ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി മീ ബൈ അനുജ ഷിജിൽ. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക്. എനിക്ക് കറൻ്റ്ലി 35 വീക്സ് ആവുന്നു. ഞാനൊരു 32 വീക്കൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം നമുക്ക് എപ്പോഴാണ് ഒരു പെട്ടെന്നൊരു ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു 32 വീക്കൊക്കെ ആകുമ്പോഴത്തേക്കിനും എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കൊരു 35, 36 ഒക്കെ ആകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വന്നാൽ ബാഗൊക്കെ ആയിട്ട് വേഗം പോവാട്ടോ ഹോസ്പിറ്റൽ. നമുക്ക് ബാഗിലുള്ളേ നോക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ നമ്മളൊരു ബുക്കിൽ കുറച്ച് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ഫോർ ബേബി ഫോർ മീ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്നുള്ളതൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് ടിക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു പ്ലാൻ നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ചാൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഫീഡിങ് പില്ലോ ആണ്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തൊരു കണ്ടു നോക്കുക. ഈ ഫീഡിങ് പില്ലോ നമുക്ക് ഭയങ്കര യൂസിങ് ആണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കിനും തന്നെ കൊണ്ടുപോകാം. ഇതുപോലെ ഒരു ബെൽറ്റൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. നമുക്കിങ്ങനെ കെട്ടിയിട്ട്, അതായത് ബാക്കിൽ നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുഞ്ഞിനെ നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ പെട്ടെന്ന് തന്നെ നമുക്ക് ബേബീനെ എടുത്ത് ഫീഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ബേബീനെ ഇതിൻ്റെ മുകളിൽ കിടത്തിയിട്ട് നമുക്ക് ഫീഡിങ്ങിന് എളുപ്പമായിട്ടുള്ളൊരു ഫീഡിങ് പില്ലോ ആണ്. ഫസ്റ്റ് ഇതാട്ടോ. ഈ 3 ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ബേബി ബെഡാണ്. ഒരു ബേബി ബെഡ് സെറ്റാട്ടോ വരുന്നത്. ബേബി ബെഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ ബേബീനെ കിടത്താനുള്ള അത്യാവശ്യം നല്ലൊരു ബെഡാണ്. ഞാൻ കാണുന്നത് ഒരു ബേബി ബെഡാണ്, മോസ്കിറ്റോ ബെഡാണ്. നമുക്ക് ബേബീനെ ഹോസ്പിറ്റലിൽ അതിൻ്റെ കൂടെ ഒരു ചെറിയ പില്ലോയും വരുന്നുണ്ട് കേട്ടോ. സ്ലീപ്പിംഗ് ബാഗാണ്. ബേബീനെ നമുക്ക് റിസീവ് ചെയ്യാൻ നേരത്ത് എടുക്കുന്ന ഒരു സ്ലീപ്പിംഗ് ബാഗാണ്. ഇതൊരു വലിയ ബേബി ബെഡാണ്, ബെഡായിട്ട് വരും. ആ ബെഡിൻ്റെ കൂടെ നമുക്ക് ഇതുപോലത്തെ ഒരു കുട്ടി പില്ലോയും പിന്നെ 2 സ്റ്റാർ പില്ലോസും തന്നിട്ടുണ്ട് കേട്ടോ. 2 സ്റ്റാർ പില്ലോസ്, ഒരു കുട്ടി പില്ലോ ഉണ്ട്. സേഫായിട്ട് ബേബീനെ കിടത്താം. ഇവിടെ 2 വള്ളി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വലിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഈ ബെഡ് ഇങ്ങനെ ചുരുങ്ങുമ്പോഴത്തേക്കിനും അതിനുള്ളിൽ നമുക്ക് ബേബീനെ 2 സൈഡിലും ഏതെങ്കിലും ഒരു സൈഡിൽ 2 ഭാഗം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിലിങ്ങനെ നമുക്ക് കിടത്താനായിട്ട് വരും. അപ്പോൾ ഈ ഒരു ബേബി ബെഡ് സെറ്റ് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 800 സംതിങ് രൂപയായിട്ടോ വരുന്നത്. എത്ര രൂപയാണെങ്കിൽ കറക്റ്റ് ചെയ്യാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു റിസീവിങ് ടവലാണ്. ബേബിനെ റിസീവ് ചെയ്യാനുള്ള ഒരു ടവലാണിത്. ഒരു വൈറ്റ് ഷെയ്ഡിൽ കുറച്ച് ടെഡി ബിയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ടവലാണ്. എല്ലാം വാഷ് ചെയ്ത് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് റിസീവിങ് ടവൽ. ഇനി ഈ ഒരു ബോക്സിൽ ഈ ഒരു പെട്ടിയിൽ ഉള്ളത് ഫുള്ളും ബേബിക്കുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. റാപ്പിംഗ് ടവൽസ് ആണ്. 2 ടൈപ്പ് റാപ്പിംഗ് ടവൽസ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ടവലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വേറെ 2 കൂടെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും മിക്സ്ഡ് ആയിട്ടാണ് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇതിനെ കിടത്താനുള്ള ഒരു ടവലാണ്. നമുക്ക് ബ്ലാങ്കറ്റായിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് മസിൽ കുറച്ച് മിട്ടൻസും ബൂട്ടീസും ഹാറ്റ്സും ആട്ടോ. 3 വാങ്ങിച്ചിട്ടുള്ളത്. ഇതിലുള്ള മിട്ടൻസും ബൂട്ടീസും ഹാറ്റ്സും ആണ്. ഇതൊരു സെറ്റായിട്ട് കോംബോ ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള 3 വന്നിട്ട് എൻ്റെ വാവയുടെയും കുഞ്ഞിൻ്റെയും അവർക്ക് യൂസ് ചെയ്ത ടൈമിലത്തെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഈ സ്വെറ്റർ ടൈപ്പ് ഹാറ്റ്സ് ആണ്. അപ്പം ഞാൻ ചുമ്മാ കയ്യിൽ വെച്ചിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 4 സെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലാങ്കറ്റ് ആണ്. ഇതും എൻ്റെ വാവയുടെയും കുഞ്ഞിൻ്റെയാണ്. അവർ ട്വിൻസ് ആയതുകൊണ്ട് എല്ലാം 2 ഉണ്ട്. ഞാൻ ഇതിപ്പോൾ 1 എടുത്തിട്ടേ ഉള്ളൂ.
അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് കയ്യിൽ വെക്കുന്നുണ്ട്. യൂസ് ആവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും കയ്യിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട്. ഓൾറെഡി ഞാൻ ഇതുപോലത്തെ ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്, എങ്കിലും ഒരെണ്ണം കൂടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇതും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഓർഗനൈസേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് നമ്മുടെ പെട്ടിക്കുള്ളിൽ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് വരും. നമുക്ക് ഏതിലാണെന്നുള്ളൊരു തപ്പൽ ഉണ്ടാവത്തില്ല. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും എടുത്ത് കൊടുക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മളിത് ഇതുപോലെ ഒരു ടാഗൊക്കെ കൊടുത്തിട്ട് എഴുതിയും കൂടെ വെച്ചിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഏതിലുള്ളതെന്ന്. അപ്പോൾ ഒട്ടും കൺഫ്യൂഷൻ ആവത്തില്ല. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ള തുണികളാണ്. നമ്മുടെ ഈ മുണ്ടിൻ്റെ തുണികളില്ലേ, ബേബി ക്ലോത്തായിട്ട് യൂസ് ചെയ്യാൻ, ഡൈപ്പർ ഒക്കെ പകരം ഫസ്റ്റ് യൂസ് ചെയ്യുന്ന കുറച്ച് വെള്ള തുണികളാണ്. കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം തുണികൾ എടുത്ത് കഴുകി നല്ലപോലെ അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു സെറ്റ് ഉണ്ട്. ഒരു 20 എണ്ണം 25 എണ്ണം ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ചെയ്തപ്പോഴത്തേക്കിനും അങ്ങനെ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അടുത്തത് ഡ്രൈ ഷീറ്റ്സ് ആട്ടോ. ഇതിൽ ഈ 3 എണ്ണം നമ്മൾ പുതുതായിട്ട് വാങ്ങിയതാണ്. ഈ ഒരെണ്ണം ഞാൻ എൻ്റെ ഉണ്ണികളുടെ പഴയത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പഴയത് കുറച്ചുണ്ട്, ഞാൻ എങ്കിലും ജസ്റ്റ് ഒരെണ്ണം എടുത്തതേ ഉള്ളൂ. ബാക്കി 3 എണ്ണം ഞാൻ പുതിയത് വാങ്ങിയിട്ടുള്ളതാണ്. അത്ര വലിയ ഷീറ്റൊന്നും പറയാനില്ല, ചെറിയ ടൈപ്പ് രീതിയിൽ വരുന്നതാണ്. ആദ്യത്തെ യൂസിനൊക്കെ ഇത് തന്നെ ധാരാളമായിരിക്കും കേട്ടോ. ഓൾറെഡി എൻ്റെ കയ്യിൽ വലിയ ഷീറ്റ്സ് ഉണ്ട്. ഒരു 4 ഷീറ്റ്സ് ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട് കേട്ടോ, ഡ്രൈ ഷീറ്റ്സ്. പിന്നെ ഇതുപോലത്തെ വേറെയും ക്ലോത്ത് ഡൈപ്പേഴ്സ് ഞാൻ ഒരു 4 എണ്ണം വരുന്ന രീതിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഇങ്ങനത്തെ കയ്യിലിരുന്നാൽ നമുക്ക് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാലും കുറച്ചുകൂടെ ബെറ്ററായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡൈപ്പർ കുറച്ച് ഒഴിവാക്കിയിട്ട് ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിൽ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു സെറ്റ് ക്ലോത്ത്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, റീയൂസബിൾ ആണ്, നമുക്ക് കഴുകി പിന്നെയും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലോത്ത് ഡൈപ്പേഴ്സ് ആട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ബേബിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ടൈപ്പ് ടർക്കി വരുന്നുണ്ട്. നമുക്ക് റാപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, റാപ്പ് ചെയ്ത് ബേബീനെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടർക്കിയാണ് വരുന്നത്. ഇതും കുറച്ച്, ഇത് രണ്ടും 2 മസ്ലിൻ ക്ലോത്ത് റാപ്പിംഗ് ടവൽസ് ആണ്. കുഞ്ഞിനെ നമുക്ക് റാപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന മസ്ലിൻ്റെ ആ ഒരു ക്ലോത്തിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ വരുന്ന കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ക്ലോത്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. 2 എണ്ണം വരുന്നുണ്ട്. ഒന്ന് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്രിൻസ് വരുന്നതും ഒന്ന് ഇതുപോലെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള. ഈ ഒരു പാക്കിങ്ങിൽ വരുന്നത് കുറച്ച് ഫേസ് ടവൽസ് ആയിട്ട്, ഒരു 3 ഫേസ് ടവൽസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും മസ്ലിൻ ക്ലോത്തിൽ വരുന്ന ഫേസ് ടവൽസ് ആട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. 3 എണ്ണം ഇതിൽ വരുന്നുണ്ട്. സാധനം എല്ലാ ന്യൂ മോംസിൻ്റെ കയ്യിലും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ഫീഡിങ് ദുപ്പട്ട പോലത്തെ ഒരു സാധനമാണ്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടൊരു തുണി പോലെ തോന്നും. ഇതിന് നമ്മൾ കഴുത്ത് വഴി ഇടുക. ഇവിടുന്ന് ഇവിടം വരെ ബട്ടൺസ് ഉണ്ടാവും. ബേബീനെ കിടത്തിയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഇതൊന്ന് വാങ്ങിച്ച് കയ്യിൽ വെക്കണം കേട്ടോ. വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ബേബിക്ക് വാങ്ങിച്ചിട്ടുള്ളത് വാട്ടർ വൈപ്സ് ആണ്. പ്യുവർ വാട്ടറിൽ തന്നെ വരുന്ന കേട്ടോ, 99% വാട്ടർ വൈപ്സിൽ വരുന്ന ഒരു വെറ്റ് വൈപ്സ് ആണിത്. ഇത് വന്നിട്ട് മദർ സ്പ്ലാഷിൻ്റെ ആട്ടോ ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. ഇതിൽ 82 പീസസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചധികം നാളുകൾ, നമുക്ക് കുറച്ചധികം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ദിവസങ്ങൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും നമ്മൾ വാട്ടർ വൈപ്സ് വാങ്ങിക്കുമ്പോഴത്തേക്കിനും ഇതുപോലത്തെ വാട്ടർ ഫ്രാഗ്രൻസ് ഒക്കെ ഇല്ലാത്ത ടൈപ്പ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഫ്രാഗ്രൻസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബേബിക്ക് വല്ല അലർജിയോ കാര്യങ്ങളോ വരും. അപ്പോൾ നമുക്ക് റാഷസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം പ്യുവർ വാട്ടറിലുള്ള ഈ ഒരു വാട്ടർ വൈപ്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാട്ടോ ഞാൻ ബേബിക്ക് വാങ്ങിച്ചിട്ടുള്ളത്. ഡ്രസ്സും കാര്യങ്ങളും ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ ആ ടൈമിലേക്കേ വാങ്ങിക്കുകയുള്ളൂ. അതാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ബേബിക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.